ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, തിരുക്കുടുംബത്തെ ആഴത്തിൽ ധ്യാനിച്ച് തിരുക്കുടുംബത്തിൽ നിന്ന് നമ്മുടെ കുടുംബ ജീവിതങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ സ്വീകരിക്കുകയായിരുന്നു. നാം മനസ്സിലാക്കി, അധ്വാനിക്കുന്നൊരു കുടുംബം മാതാവും ഔസേപ്പിതാവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തോടു കൂടി നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ പരസ്പരം അംഗീകരിക്കുന്നു. വിജയങ്ങളിൽ അർഹമായിട്ടുള്ള അംഗീകാരം നൽകുന്നു. നിൻ്റെ പിതാവും ഞാനും കൂടി എന്നുള്ള മാതാവിൻ്റെ തിരുമൊഴി അതാണ് സൂചിപ്പിക്കുന്നത്. ഔസേപ്പിതാവിൻ്റെ അധ്വാനത്തിന് അർഹമായിട്ടുള്ള ബാലനായ ഈശോയെ കണ്ടെത്തിയതിൽ ഔസേപ്പിതാവിൻ്റെ വലിയ പങ്ക് അംഗീകരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വാചകം, നിൻ്റെ പിതാവും ഞാനും കൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നല്ലോ ഉത്കണ്ഠയോടെ എന്നുള്ള പരിശുദ്ധ അമ്മയുടെ തിരുമൊഴി പരസ്പരം പഴിചാരുന്നതായിട്ട് നമ്മൾ കാണുന്നേയില്ല. ഔസേപ്പിതാവിൻ്റെ നീതിബോധം നമ്മൾ വിശകലനം ചെയ്തു. എനിക്ക് വേണ്ടത് പിടിച്ചു വാങ്ങുന്നതല്ല, ഒരുപക്ഷേ അത് ഞാനും നീയും ജയിക്കുന്നത് പോലുമല്ല, അതിനപ്പുറം ഞാൻ നഷ്ടം സഹിച്ച്, ഞാൻ അപമാനം സഹിച്ച് ഞാൻ ഏറ്റെടുക്കുന്നതാണ് നിൻ്റെ സംരക്ഷണം, നിനക്ക് നന്മയുണ്ടാകാൻ. ആ നീതിബോധത്തിലേക്ക്, കാരുണ്യത്തിൻ്റെ നീതിബോധത്തിലേക്ക്, സുവിശേഷത്തിൻ്റെ നീതിബോധത്തിലേക്ക്, നിയമജ്ഞരുടെയും ഫരീസയരുടെയും നീതിയെ അതിശയിക്കുന്ന ഒരു നീതിബോധത്തിലേക്ക് മുന്നോട്ട് പോകുന്ന നീതിബോധം ഔസേപ്പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ നിർമ്മലമായി ജീവിക്കാൻ, വിശുദ്ധിയിൽ നിലനിൽക്കാൻ, കൃപ നിറഞ്ഞ് ജീവിക്കാൻ, നന്മയിൽ നിലനിൽക്കാൻ വിശുദ്ധ കുമ്പസാരത്തിലേക്ക് അണയേണ്ടതിൻ്റെ പ്രാധാന്യം നാം തിരിച്ചറിഞ്ഞു. അങ്ങനെ വരുമ്പോഴാണ് ദൈവദൂതന്മാരെ കാണാനും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ശ്രവിക്കാനും അതോട് സംവദിക്കാനും എൻ്റെ സംശയങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തോട് ചോദിക്കാം. ദൈവം അരുൾ ചെയ്യുന്നത് അത് തിരിച്ചറിയുമ്പോൾ അത് സന്തോഷത്തോടെ, ഇനി എൻ്റെ ചിന്തകളല്ല, ഇനി നിൻ്റെ ചിന്തകൾ, ദൈവമേ നിൻ്റെ ആഗ്രഹം, നിൻ്റെ തിരുമനസ്സ്, അത് സ്വീകരിക്കുന്ന മനോഭാവത്തിലേക്ക്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നുള്ള സമർപ്പണ ബോധ്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ മുന്നേറുകയുള്ളൂ. അങ്ങനെ മുന്നേറുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങൾ കൊണ്ട് നിറയുകയുള്ളൂ. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുള്ളവരായി രൂപാന്തരപ്പെടുമെന്നുള്ള ഈശോയുടെ തിരുമൊഴികൾ സാർത്ഥകമാകുന്നതും ഈ കർത്താവിന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിലുള്ള വിമോചനം നേടുക. സ്നേഹമുള്ളവരെ, നാം ദൈവത്തിനൊഴിച്ച് മറ്റെന്തിനും നമ്മെ തന്നെ കൊടുത്താൽ, ദൈവത്തിനൊഴിച്ച് മറ്റെന്തിനെങ്കിലും നമ്മെ തന്നെ അടിമകളാക്കിയാൽ, അവരൊക്കെ നമ്മളെ അടിമകളാക്കി സൂക്ഷിക്കും. നമ്മൾ അടിമകളാക്കി, they will keep us as slaves and we will be enslaved forever. നാം ഒരു പക്ഷേ മദ്യത്തിനാകാം, മറ്റു പലതിനുമാകാം, പല വ്യക്തികൾക്കും പല സാഹചര്യങ്ങൾക്കുമാകാം നമ്മെ തന്നെ അടിമപ്പെടുത്തിയാൽ we are enslaved. പക്ഷേ നാം നമ്മെ തന്നെ കർത്താവിന് സമർപ്പിച്ചാൽ, നാം നമ്മെ തന്നെ കർത്താവിൻ്റെ സത്യത്തിന് സമർപ്പിച്ചാൽ, ഈശോ നമ്മോട് പറയുന്നത്, ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു. യജമാനൻ ചെയ്യുന്ന എന്തെന്ന് ദാസർ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ ഹിതങ്ങൾ, തൻ്റെ മനസ്സ് ഞാൻ ചെയ്യുന്ന എന്തെന്ന് വെളിപ്പെടുത്തുന്ന തമ്പുരാൻ. ഹീസ് കോളിങ് അസ് ടു ബി ഹിസ് ഫ്രണ്ട്സ്. ആ സ്നേഹത്തിൻ്റെ ഐക്യത്തിലേക്ക്, ഈശോയുമായുള്ള സ്നേഹത്തിൻ്റെ ഐക്യത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ മുന്നേറുമ്പോഴാണ് നമ്മുടെ കുടുംബ ജീവിതങ്ങൾ ആ തരത്തിലുള്ള സ്നേഹത്തിൽ മുന്നോട്ട് പോവുക എന്നു നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം മനസ്സിലാക്കുകയായിരുന്നു കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ ചിന്തകൾ. ഇന്ന് ഒരുപക്ഷെ ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്നത് നാറ്റിവിറ്റി സ്റ്റോറി എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ചാണ്. തിരുകുടുംബത്തെക്കുറിച്ചുള്ളൊരു സിനിമയാണിത്. മാതാവും ഔസേപ്പിതാവും കൂടി പേരെഴുതിക്കാനായിട്ട് ബെത്ലഹേമിലേക്ക് യാത്രയാകുന്ന രംഗം വളരെ നാടകീയമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കഴുതപ്പുറത്താണ് യാത്രയാകുന്നത്, തിരുകുടുംബം യാത്രയാകുന്നത്. പരിശുദ്ധ അമ്മ ആ കഴുതപ്പുറത്താണ്. ഒരു ദിവസം സായങ്കാലമായപ്പോൾ, രാത്രിയായപ്പോൾ ഔസേപ്പിതാവും മാതാവും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ചായിരിക്കുന്നു, വിശ്രമിക്കാനായിട്ട് ഒരുമിച്ച് ചേരുന്ന ഒരു കൂടാരമടിച്ചിരിക്കുന്നു. അവിടെ ഔസേപ്പിതാവ് ഒരു അപ്പത്തിൻ്റെ കഷണം
ഒരു വലിയൊരു അപ്പമുണ്ട് അവരുടെ കയ്യിൽ. ആ അപ്പം പകുതി മുറിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ അമ്മ ബാക്കി പകുതി ഔസേപ്പിതാവിനോട് ഭക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പക്ഷെ ഔസേപ്പിതാവ് അപ്പം ഭക്ഷിക്കുന്നില്ല. മാതാവ് അത് ഭക്ഷിക്കുന്നു. അത് ഭക്ഷിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഔസേപ്പിതാവ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാതാവ് ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഔസേപ്പിതാവ് ആ തങ്ങളെ വഹിക്കുന്ന പരിശുദ്ധ അമ്മയെ വഹിക്കുന്ന ആ കഴുതി അടുത്തേക്ക് വിളിച്ചേ ആ കഴുതയ്ക്ക് പകുതി അപ്പം, താൻ ഭക്ഷിക്കേണ്ട പകുതി അപ്പം ഔസേപ്പിതാവ് കഴുതയ്ക്ക് കൊടുക്കുകയാണ്. ആ കഴുതൊരു സ്വരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഔസേപ്പിതാവ് കളിയായിട്ട് പറയുന്നുമുണ്ട്, ഇപ്പോൾ ശരിക്ക് വിശപ്പുള്ളവൻ ഞാനാ നീയല്ല എന്ന്. കഴുത അത് കിട്ടിയ പാടത് കഴിക്കുന്നു. പക്ഷേ സത്യത്തിലെ പരിശുദ്ധമ്മ ഉറങ്ങിയിട്ടില്ല. പരിശുദ്ധമ്മ ഇത് കാണുന്നുണ്ട്. എന്നിട്ട് തൻ്റെ ഉദരത്തിലുള്ള ഉണ്ണീശോയോട് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു വാചകം, ഡിയർ സൺ, യു ഹാവ് ഗോട്ട് എ വർത്തി ഫാദർ ഹിയർ ഓൺ എർത്ത് ആൾസോ. എൻ്റെ മകനെ, നിനക്ക് ആകാശങ്ങളിൽ മാത്രമല്ല നിനക്ക് ഈ ഭൂമിയിലും നല്ലൊരു പിതാവുണ്ട് എന്ന്. സ്നേഹമുള്ളവരെ, പിതൃത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ ഉദാത്തമായ മാതൃകയായി ഔസേപ്പിതാവ് രൂപാന്തരപ്പെടുന്നത് താൻ വിശപ്പ് സഹിച്ച്, താൻ നഷ്ടം സഹിച്ച് ആ കുടുംബത്തെ പോറ്റുമ്പോഴാണ്. സ്നേഹമുള്ളവർ, അതാണ് സ്നേഹം. ഞാൻ നഷ്ടം സഹിച്ച് മറ്റുള്ളവരെ വളർത്തുന്നതാണ് സ്നേഹം. സ്നേഹമുള്ളവരെ, കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം ഈ സ്നേഹമല്ലേ? കുടുംബത്തിൻ്റെ ആണിക്കല്ലേ ഈ സ്നേഹമല്ലേ? ഈ സ്നേഹത്തിൽ അടിസ്ഥാനമിട്ടാലല്ലേ നമ്മുടെ കുടുംബങ്ങൾ യഥാർത്ഥത്തിൽ മനോഹരമായിട്ട് തീരുകയുള്ളൂ. സ്നേഹത്തിൽ വളർന്ന, സ്നേഹത്തിൽ മനോഹരമായിട്ട് പടർന്നു പന്തലിക്കുന്ന കുടുംബങ്ങളായിട്ട് നമ്മുടെ ഓരോ കുടുംബവും രൂപാന്തരപ്പെടേണ്ടതുണ്ട്. സ്നേഹം എന്നുള്ള വാക്ക് ഒത്തിരിയേറെ ധാരണകളും തെറ്റിദ്ധാരണകളുമുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഞാൻ ഒരിക്കലും യൂത്തിനൊരു ക്യാമ്പ് എടുക്കാനായിട്ട് പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, വാട്ട് ഈസ് എ ലവ്? എന്താണ് സ്നേഹം? കേട്ട പാടെ തന്നെ പിള്ളേരാകെ ഇളകി വശായി. നല്ല ചോദ്യമല്ലേ ചോദിക്കുന്നത്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഈ ചോദ്യം കേട്ട് അവരാകെ ഇങ്ങനെ ഇളകി വശായി. അതിലൊരുത്തരൊരു തമാശയ്ക്ക് ഒരു കഷ്ണം പേപ്പർ എടുത്ത് അതിൽ ഈ ആപ്പിൾ വരച്ച്, കണ്ടിട്ടില്ലേ സ്നേഹത്തിൻ്റെ ചിഹ്നം, ആപ്പിളും വരച്ച് അതിൻ്റെ ഇടയിലൊരു അമ്പും വരച്ചിട്ട് അവർ പറഞ്ഞു, ഫാദർ, ദിസ് ഈസ് ലവ്. സ്നേഹത്തിൻ്റെ ചിഹ്നം ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഒരു ആപ്പിളും അതിൻ്റെ നടുക്കിലുള്ള അമ്പും. പിന്നീട് ആ ദിവസം രാത്രിയിൽ ഈശോയുടെ തിരുമുമ്പിലാകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത, ആ പയ്യൻ കാണിച്ചത് ശരിയല്ലേ? സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചിഹ്നം അത് ഹൃദയമല്ലേ? ഈശോ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രതീകം ഈശോയുടെ തിരുഹൃദയമല്ലേ? ആ തിരുഹൃദയത്തിലെ ഞാനും നിങ്ങളുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസ ബോധ്യം. കാരണം ഈശോ നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ ആ ഈശോയുടെ ഹൃദയത്തിൽ നമുക്കൊരിടമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അടിയുറച്ച വിശ്വാസ ബോധ്യം. സ്നേഹിക്കുക എന്ന് വെച്ചാൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കുക എന്നാണ് അർത്ഥം. സ്നേഹിക്കുക എന്ന് വെച്ചാൽ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നാണ് അർത്ഥം. സ്നേഹമുള്ളവരെ, ഒരു അപ്പനെ വിളിച്ചയാൾ അപ്പൻ്റെ ഹൃദയം തുറന്ന് നോക്കിയാലേ അതിൽ അമ്മയെ കാണാൻ പറ്റണം, അതിലെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റണം, മാതാപിതാക്കളെ കാണാൻ പറ്റണം. ഒരമ്മയെ വിളിച്ചാൽ അമ്മയുടെ ഹാർട്ട് തുറന്ന് നോക്കിയാൽ അതിൽ അപ്പനെ കാണാൻ സാധിക്കണം. തീർച്ചയായിട്ടും മക്കളും മാതാപിതാക്കളും ഒക്കെ ഉണ്ടാകണം. പക്ഷേ അതിലെ അപ്പൻ്റെ സ്ഥാനത്ത് അപ്പൻ മാത്രമേ ഉണ്ടാകാൻ പാടൂ. അമ്മയുടെ സ്ഥാനത്ത് അപ്പൻ്റെ ഹൃദയത്തിലെ അമ്മ മാത്രമേ ഉണ്ടാകാൻ പാടൂ. ഇതിനെയാണല്ലോ ദാമ്പത്തിക വിശ്വസ്തത എന്ന് പറയുന്നത്. ഇന്ന് പല കുടുംബങ്ങളിലും ഈ ദാമ്പത്തിക വിശ്വസ്തതയുടെ അടിക്കല്ല് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. നാം കാണുന്നു. യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കാത്തത് കൊണ്ടാണ്, മറന്നു പോവുകയാണ്. ഹൃദയത്തിലുണ്ടാകണം പ്രിയമുള്ളവരെ. സ്നേഹം എന്ന് വെച്ചാൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കണം, ഹൃദയത്തിൽ സൂക്ഷിക്കണം. അങ്ങനെ വരുമ്പോഴാണ് സ്നേഹത്തിൽ ആഴപ്പെട്ട കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ
ഈശോ സ്നേഹത്തിൻ്റെ പ്രമാണം നൽകുന്നത് നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 13-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈശോ സ്നേഹത്തിൻ്റെ പ്രമാണം, പുതിയ പ്രമാണം ശിഷ്യന്മാർക്ക് നൽകുന്നത്. ഈശോ പറയുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-ഉം 35-ഉം തിരുവചനങ്ങളിലെ ഈശോ നൽകുന്ന പുതിയ കൽപ്പന. എന്താണ് ഇതിൽ പുതിയതായിട്ടുള്ളത്? ഇത് പഴയ നിയമത്തിലെ കൽപ്പന തന്നെയല്ലേ? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള കൽപ്പന തന്നെയല്ലേ ഈ കൽപ്പന? ഇതിലെന്താണ്, വാട്ട് ഈസ് എ ന്യൂനെസ് ഇൻ ഇറ്റ്? എന്താണ് ഇതിലെ പുതിയത്? ഈശോ പറഞ്ഞ് ശ്രദ്ധിക്കുക, ഞാൻ ഒരു പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഇതിൽ പുതിയത് എന്ന് പറയുന്നത് ഈശോ കൂട്ടിച്ചേർത്തൊരു വാചകമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഇതാണ് ഈശോ കൂട്ടിച്ചേർത്തത്. ഈശോ എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? ഈശോ ജീവൻ നൽകിയാണ് നമ്മെ സ്നേഹിച്ചത്. ഈശോ ഇതിൽ പുതിയതെന്ന് പറയുന്നത് ഈശോ കൂട്ടിച്ചേർത്ത ക്ലോസാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെയല്ല ഞാൻ എൻ്റെ അയൽക്കാരെ സ്നേഹിക്കേണ്ടത്. ഈശോ എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ ഇനി മറ്റുള്ളവരെ സ്നേഹിക്കണം. ഈശോ എന്നെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ജീവൻ നൽകിയാണ് ഈശോ സ്നേഹിച്ചത്. ഞാൻ പാപിയായിട്ടും എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് ഈശോ എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു. ഞാനാണ് കുരിശിൽ കിടന്ന് മരിക്കേണ്ടത് എൻ്റെ പാപത്തിന് പരിഹാരമായി. ഞാൻ കുരിശിൽ കിടന്ന് മരിച്ചാലും എൻ്റെ പാപത്തിനത് പരിഹാരമാകുമായിരുന്നില്ല. പക്ഷേ എനിക്ക് പകരം എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് പകരം എൻ്റെ ഈശോ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു. സ്വർഗം എനിക്ക് വേണ്ടി തുറന്നു, എനിക്ക് വേണ്ടി ജീവിച്ചെനിക്ക് വേണ്ടി മരിച്ചു. ഇതാണ് സ്നേഹം. ഈശോ എന്നെ സ്നേഹിച്ചതുപോലെ ഇനി ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കണം. സ്നേഹമുള്ളവരെ, ഈ പുതിയ കൽപ്പന ഈശോ പഠിപ്പിച്ചപ്പോൾ ഈശോ സ്നേഹത്തിനൊരു പുതിയ നിർവചനം കൂടി കൊണ്ടുവന്ന പോലെ തോന്നുകയാണ്. സ്നേഹിക്കുക എന്ന് വെച്ചാൽ അതൊരു മറക്കലാണ് എന്ന്. സ്നേഹിക്കുക എന്ന് വെച്ചാൽ അത് ഞാൻ എന്നെ തന്നെ മറക്കലാണ് എന്ന് ഈശോ പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ഈ സ്നേഹത്തിൻ്റെ കൽപ്പന പഠിപ്പിക്കുമ്പോൾ ചെയ്തത്. ഈശോ പഠിപ്പിച്ചത് എങ്ങനെയല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുവിൻ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നല്ല ഈശോ പഠിപ്പിച്ചത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്നാണ്. എന്നെ സ്നേഹിക്കുക എന്ന് പറയാൻ പോലും ഈശോ മറന്നുപോയെന്ന് എനിക്ക് തോന്നുകയാണ്. അത് സ്നേഹത്തിൻ്റെ ഒരു മറവിയാണ് എൻ്റെ പ്രിയമുള്ളവരെ. സ്നേഹിച്ചാൽ, യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടാൽ അവിടെ ഒരു മറക്കലുണ്ട്. ഞാൻ എന്നെ തന്നെ മറക്കും, എൻ്റെ ഇഷ്ടങ്ങൾ മറക്കും, എൻ്റെ സ്വാർത്ഥതകൾ മറക്കും. ഞാനെന്ന് പറയുന്നത് പോലും ഞാൻ മറക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിൻ്റെ വളർച്ച. സ്നേഹമെന്ന് വെച്ചാൽ ഒരു ഓർക്കലാണ് എൻ്റെ പ്രിയമുള്ളവരെ. സ്നേഹിക്കുന്നവരെ ഓർത്തിരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. സ്നേഹിക്കുന്നവരെ ഹൃദയത്തിൽ ഓർക്കുന്നതാണ്, സ്നേഹിക്കുന്നവരെ ദൈവത്തിന് തിരുമുമ്പാകെ ഓർത്തിരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. ആ സ്നേഹത്തിലേക്ക് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ ഈ യഥാർത്ഥ സ്നേഹത്തിലേക്ക് മുന്നേറാനായിട്ട് ത്യാഗം സഹിച്ച്, നഷ്ടം സഹിച്ച്, ശുശ്രൂഷ ചെയ്യുന്ന സ്നേഹത്തിലേക്ക്, കാല് കഴുകുന്ന സ്നേഹത്തിലേക്ക് മുന്നേറാനായിട്ട് സാധിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ മനോഹരമായിട്ടൊരു ചാക്രിക ലേഖനമുണ്ട്, ദേവുസ് കാരിത്താസ് എസ്ത്, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്ന മനോഹരമായൊരു ചാക്രിക ലേഖനം. വായിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നൊരു ചാക്രിക ലേഖനം. ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ, വലിയ പണ്ഡിതരായ മാർപ്പാപ്പ സ്നേഹത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ട് എഴുതിയിരിക്കുന്നൊരു ചാക്രിക ലേഖനം. അതിൽ മാർപ്പാപ്പ നിർവചിക്കുന്നത് സ്നേഹമെന്ന് വെച്ചാൽ ഒരു പുറപ്പാടാണ്. ലവ് ഈസ് എൻ എക്സോഡസ്. പുറപ്പാട് എന്താണെന്ന് നമുക്കറിയാം. ആയിരിക്കുന്ന ഇടത്തിൽ നിന്നൊരു കടന്നുപോക്കാണ്. എൻ്റെ സ്വാർത്ഥതകളിൽ നിന്ന്, എൻ്റെ സുഖങ്ങളിൽ നിന്ന്, എൻ്റെ ഇഷ്ടങ്ങളിൽ നിന്ന് നിൻ്റെ ഇഷ്ടങ്ങളിലേക്ക്, സമൂഹത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക്, കുടുംബത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്കുള്ളൊരു കടന്നുപോക്കാണ്. വിട്ടെറിഞ്ഞുള്ളൊരു പോക്കാണ് സ്നേഹം.
ഉപേക്ഷിച്ചുള്ള ഒരു പോക്കാണ് സ്നേഹം. ഞാൻ എന്നെ തന്നെ ഉപേക്ഷിക്കലാണ് സ്നേഹം എന്നാണ് മാർപ്പാപ്പ ആ ചാക്രിക ലേഖനത്തിൽ ആവശ്യപ്പെടുന്നത്. ആ സ്നേഹത്തിൻ്റെ തലങ്ങളിലേക്ക്, അഗാപ്പയുടെ സ്നേഹത്തിൻ്റെ തലം എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ തലമാണ്. എന്നെ ഉപേക്ഷിച്ച്, എൻ്റെ ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ച്, എൻ്റെ സുഖങ്ങൾ ഉപേക്ഷിച്ച്, എൻ്റെ ശരികൾ, എൻ്റെ തോന്നലുകൾ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ശരികളിലേക്കുള്ള, ദൈവത്തിൻ്റെ മനസ്സിലേക്കുള്ളൊരു വളർച്ചയിലേക്ക് മുന്നേറുമ്പോഴാണ് യഥാർത്ഥ സ്നേഹത്തിലേക്ക് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കുക. സ്നേഹത്തിൻ്റെ അരൂപി നമ്മെ പിടികൂടണമെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയണം, നമ്മുടെ ഹൃദയം നിറയണം. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം ജ്വലിച്ചാലേ ആ സ്നേഹത്തിൻ്റെ നിറവ് നമുക്ക് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് അണക്കെട്ട് പോലെയാണിത്. അണക്കെട്ട് നിറഞ്ഞാലേ വെള്ളം പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ അണക്കെട്ട് നിറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ നിറവാണ്. എൻ്റെ ഹൃദയമാകുന്ന അണക്കെട്ട് ദൈവസ്നേഹത്തിൻ്റെ നിറവ് കൊണ്ട് അത് നിറയണം. നാം ഒന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. ദൈവം എനിക്ക് വേണ്ടി നൽകിയ ആ സ്നേഹത്തിൻ്റെ തീവ്രത ഞാൻ സൂചിപ്പിച്ചു. ഞാനാണ് കുരിശിൽ കിടക്കേണ്ടിയിരുന്നത്. എനിക്ക് പകരം കുരിശിൽ കിടന്നെൻ്റെ തമ്പുരാൻ, ഞാൻ കിടന്നാൽ പോലും പരിഹാരമാകില്ലായിരുന്നിടത്ത് എനിക്ക് പകരം കുരിശിൽ കിടന്ന് എനിക്ക് രക്ഷ നൽകിയ എൻ്റെ തമ്പുരാൻ. ആ സ്നേഹത്തിൻ്റെ അർത്ഥ തലങ്ങൾ ആഴത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിറയുമ്പോഴാണ് ഒന്നും കരുതി വയ്ക്കാതെ മോചനദ്രവ്യമായി എന്നെ വീണ്ടെടുത്ത എൻ്റെ തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ എൻ്റെ മനസ്സിൽ നിറയുമ്പോഴാണ്, ആ സ്നേഹം എന്നെ പിടികൂടുമ്പോഴാണ്, ആ സ്നേഹത്തിൻ്റെ നീർച്ചാൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പൊട്ടിപ്പുറപ്പെടുക. ആ സ്നേഹത്തിൻ്റെ നീർച്ചാൽ മറ്റുള്ളവരിലേക്ക് പോകുന്തോറും ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ കൂടുതൽ ഇറങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു പ്രത്യേകത. സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുമ്പോൾ ആ സ്നേഹം എൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ വീണ്ടും കൊണ്ടുപോകുമെന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രത്യേകത. സ്നേഹത്തെ യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തിൻ്റെ വിശുദ്ധരെന്നു കൂടിയാണല്ലോ യോഹന്നാൻ ശ്ലീഹ അറിയപ്പെടുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനങ്ങൾ ഈ സ്നേഹം കൊണ്ട് നിറഞ്ഞ ലേഖനങ്ങളാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ തന്നെ യോഹന്നാൻ ശ്ലീഹ രക്ഷയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്നേവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനങ്ങളിലെ 3 ലേഖനങ്ങളിലും ഈ സ്നേഹത്തിൻ്റെ നിറവാണ് നമ്മൾ കാണുന്നത്. അവിടെ ഗോഡ് ഈസ് ഈക്വൽ ടു ലവ്, ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ് സ്നേഹത്തിനെക്കുറിച്ചുള്ള നിർവചനങ്ങളാണ് യോഹന്നാൻ ശ്ലീഹ അവിടെ പറയുന്നത്. ഈശോയുടെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ ശ്ലീഹ തന്നെ വിശേഷിപ്പിക്കുന്നതും യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ്. അതൊരു ബോധ്യമാണ്. എൻ്റെ തമ്പുരാൻ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ തമ്പുരാൻ എന്നെ വിലപ്പെട്ടതായി കരുതുന്നു, എൻ്റെ തമ്പുരാനാൽ സ്നേഹിക്കപ്പെട്ടവനാണ് ഞാൻ. ഈ അവബോധത്തിലേക്ക് വന്നാൽ ഒരുപക്ഷേ സ്നേഹം ലഭിക്കാത്ത മനുഷ്യ മനസ്സിൻ്റെ പരാതികൾ അവസാനിക്കും. മനുഷ്യ മനസ്സിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു പരാതിയാണിത്. ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു പരാതി, ആ പരാതിക്കുള്ള ഉത്തരമാണ് യോഹന്നാൻ ശ്ലീഹായുടെ ഈ വാചകം. യേശു സ്നേഹിച്ച ശിഷ്യൻ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള അവബോധം ആഴത്തിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. അത് നമ്മുടെ മനസ്സുകളെ സ്നേഹം കൊണ്ട് നിറയ്ക്കും. ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ്, തമ്പുരാനാൽ സ്നേഹിക്കപ്പെട്ടവനാണ്, സർവശക്തനായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് എന്നുള്ള അവബോധം എൻ്റെ ജീവിതത്തെ തീർച്ചയായിട്ടും രൂപാന്തരപ്പെടുത്തും എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയവുമില്ല. ആ സ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു സ്നേഹിക്കുക എന്ന് വെച്ചാൽ അത് ഉയരവ്യത്യാസങ്ങൾ ഇല്ലാതാക്കുന്നതാണ് എന്നുകൂടി തോന്നുകയാണ്. എൻ്റെ ജീവിതത്തിലെ ചെറിയൊരു അനുഭവം, ഞാനൊരിക്കലേ ഒരു ആശ്രമത്തിലായിരിക്കുന്ന സമയത്ത്
അവിടെയുള്ള സുപ്പീരിയർ അച്ഛനെ കാണാനായിട്ട് ഒരു കുടുംബം വന്നു. ആ കുടുംബത്തിലെ അപ്പച്ചൻ നല്ല പൊക്കമുണ്ട്, ഒരു 6 അടിയേക്കാളും കൂടുതൽ ഈ പൊക്കം കാണണം, നല്ല പൊക്കം. പക്ഷെ അമ്മച്ചിക്ക് വളരെ പൊക്കം കുറവാണ്, വളരെ പൊക്കം കുറവാണ്. ഒരു ചെറിയ കൊച്ചുണ്ട്. ആ കൊച്ചിനെയും കൊണ്ടാണ് ഈ മാതാപിതാക്കൾ വരുന്നത്. അപ്പോൾ ഇവർ അകലിൽ നിന്ന് കണ്ടപ്പോൾ എൻ്റെ കുസൃതി മനസ്സിന് തോന്നിയത് ഒരു ട്രാക്ടർ വരുന്ന പോലെയാണ്. ട്രാക്ടറിൻ്റെ പിന്നിലത്തെ ടയറുണ്ട്, മുന്നിലത്തെ ടയറുണ്ട്, ഇങ്ങനെ ഉരുണ്ട് വരാണ്. പക്ഷെ അടുത്ത് വന്ന് സുപ്പീരിയർ അച്ഛനോട് തൻ്റെ ഭാര്യ കേൾക്കെ ആ ചേട്ടൻ പറഞ്ഞ വാചകങ്ങൾ, അച്ചോ ഞാനിവളെ ആദ്യമായിട്ട് കാണാൻ പോയ ദിവസം എൻ്റെ വീട്ടുകാരെല്ലാവരും പറഞ്ഞു നിനക്കിത് ചേരില്ല എന്ന്. കണ്ടാൽ അറിഞ്ഞൂടെ ഇത് ചേരില്ല, ഈ ഉയരവ്യത്യാസം, ഇത്ര ഉയരവ്യത്യാസമുണ്ട്, ഇതെങ്ങനെയാണ് ചേരാ, ഇതാണ് വീട്ടുകാർ മുഴുവൻ പറഞ്ഞ്. പക്ഷേ ജീവിച്ച് ഞങ്ങളുടെ ഉയരവ്യത്യാസം ഞങ്ങൾ ഇല്ലാതാക്കി അച്ചോ. ജീവിച്ച് ഈ ഉയരവ്യത്യാസം ഞങ്ങൾ ഇല്ലാതാക്കി അച്ചോ. സ്നേഹമുള്ളവരെ, സ്നേഹത്തിൽ വളരുക എന്ന് വെച്ചാൽ ജീവിച്ച് ഈ ഉയരവ്യത്യാസങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. ഉയരവ്യത്യാസങ്ങളുണ്ട് തീർച്ചയായിട്ടും. വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, ലഭിച്ച വിദ്യാഭ്യാസ പശ്ചാത്തലങ്ങൾ വ്യത്യാസമാണ്, കുടുംബത്തിന് അന്തരീക്ഷങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്, വ്യതിരിക്തമായിട്ടുള്ള സാമൂഹികമായ ചിന്തകളുണ്ടാകാം, രാഷ്ട്രീയമായ ചിന്തകളുണ്ടാകാം. അങ്ങനെ തമ്പുരാൻ ഒരുമിപ്പിക്കുന്നതാണ്, ദൈവം യോജിപ്പിച്ചതാണ്. വിവാഹത്തെക്കുറിച്ച് അങ്ങനെയാണല്ലോ, വിവാഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ചിന്ത, ദൈവം യോജിപ്പിക്കുന്നതാണ്. ജീവിച്ച് ഈ ഉയരവ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഓരോ കുടുംബത്തെയും നോക്കിക്കൊണ്ട് ഈശോ ഇന്ന് ചോദിക്കുകയാണ്, ജീവിച്ച് ഉയരവ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കണമെങ്കിലേ തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ വളരണം. സ്നേഹത്തെക്കുറിച്ച് മനോഹരമായിട്ട് എഴുതിയിട്ടുള്ളത് കൊറിന്തോസുകാർക്ക് എഴുതിയ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായമാണ്. അത് സ്നേഹത്തെക്കുറിച്ചുള്ളൊരു ഗീതം തന്നെയാണ്. സ്നേഹത്തിൻ്റെ ഉത്കൃഷ്ട സ്വഭാവം വെളിപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. സ്നേഹം എന്തിനേക്കാളുമൊക്കെ ഉപരിയാണ്, സ്നേഹം എന്തിനേക്കാളും ശക്തമാണ്, സ്നേഹം സാന്മാർഗികമായി പറഞ്ഞാൽ ഏറ്റവും മുകളിലാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ മനോഹരമായിട്ട്, എനിക്ക് എന്ത് വരങ്ങളുണ്ടായാലും ആ വരങ്ങളുടെയൊക്കെ മുകളിലാണ് സ്നേഹത്തിൻ്റെ വരമെന്ന് പൗലോസ് അപ്പോസ്തലൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ആത്മപരിശോധനാർത്ഥം നമ്മുടെ മുമ്പിലെ നിരത്തി വയ്ക്കുകയാണ് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം മുതൽ. അതിൽ പൗലോസ്ലീഹ നമ്മോട് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ്. 4-ാം അധ്യായം മുതൽ, നിന്നിൽ ഇതൊക്കെയുണ്ടോ? നിന്നിൽ പോരായ്മകളുണ്ടോ? സ്നേഹം എന്താ? സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. എനിക്ക് ദീർഘക്ഷമയുണ്ടോ? എനിക്ക് ദയയുണ്ട്, കാരുണ്യമുണ്ടോ, കരുണയുണ്ടോ? ഈ ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. ഓരോന്നും, ഓരോ തിരുവചനങ്ങളും ആഴത്തിൽ ധ്യാനിക്കേണ്ടതാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് കുടുംബത്തിലെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ആത്മപരിശോധന ചെയ്ത് നോക്കേണ്ടതാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫ്രാൻസിസ് സാലസ് പുണ്യവാനെക്കുറിച്ച്, പുണ്യവാൻ വലിയൊരു ദേഷ്യക്കാരനായിരുന്നു എന്ന്. പുണ്യവാൻ പിന്നീട് അതേക്കുറിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കി. വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ കുറിച്ച് പിന്നീട് പറയപ്പെടുന്നത് മറ്റേത് ഒരു ദിവസം തന്നെ 3 തവണ ഒക്കെ ദേഷ്യപ്പെടുന്ന ഫ്രാൻസിസ് സാലസ് 3 വർഷത്തിലൊരിക്കൽ കോപിക്കുന്നൊരു വ്യക്തിയായിട്ട് പിന്നീട് രൂപാന്തരപ്പെട്ടു എന്ന് ഫ്രാൻസിസ് സാലസ് പുണ്യവാനെക്കുറിച്ച് പറയുന്നുണ്ട്. ശാന്തതയുടെ പ്രതീകമായിട്ട് ഫ്രാൻസിസ് സാലസ് പുണ്യവാൻ രൂപാന്തരപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള സ്നേഹം, ആഴത്തിലുള്ള സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ശാന്തതയിലേക്ക് കൊണ്ടുവരും. തെറ്റ് തന്നെയാണ്, തെറ്റ് പറയണം, പക്ഷെ പറയേണ്ട രീതിയിൽ പറയണം. സ്നേഹത്തോടെ പറയണം, കാരുണ്യത്തോടെ പറയണം. ഈ സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി പറയുമ്പോൾ സ്നേഹത്തിൻ്റെ വലിയ തലങ്ങളിലേക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ഇടവരും. സ്നേഹമുള്ളവരെ, സത്യമെങ്കിൽ ഈ ദിവസം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം വായിക്കുക. ഒരു വാചകം മാത്രമാണ് അച്ഛൻ പറഞ്ഞത്. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. ഇനിയും
സ്നേഹത്തെക്കുറിച്ചുള്ള തിരുവചനങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഓരോന്നും നമ്മുടെ ആത്മപരിശോധനയ്ക്ക് വിഷയമാക്കണം. അടുത്ത ദിവസങ്ങൾ ഇതേക്കുറിച്ച് കൂടുതൽ നമുക്ക് ധ്യാനിക്കേണ്ടതുണ്ട്. സ്നേഹത്തിൻ്റെ ഈ വ്യത്യസ്തമായ തലങ്ങൾ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കുടുംബത്തിലേക്ക്, അത് നമ്മുടെ അനുദിന കുടുംബ ജീവിതത്തിലേക്ക് പ്രായോഗികമായിട്ട് നാം അത് സ്വീകരിക്കേണ്ടതുണ്ട്. സ്നേഹത്തിൻ്റെ അർത്ഥതലങ്ങൾ മനോഹരമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഇതിൽ എഴുതി വച്ചിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ഇടവരട്ടെ. സ്നേഹമുള്ളവരെ, ജീവിതം ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയട്ടെ. ഈശോ നമ്മെ സംരക്ഷിക്കുന്നു. ഈശോ ദൈവപിതാവിലൂടെ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ദൈവ സ്നേഹത്തിൻ്റെ നിറവിൽ നാം ആയിരിക്കുമ്പോൾ, ഞാൻ ദൈവത്താൽ, ഞാൻ ഈശോയാൽ സ്നേഹിക്കപ്പെട്ടവനാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എൻ്റെ ജീവിതം വരുമ്പോൾ എൻ്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയും. ആ സ്നേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, ഉപവിയുടെ പ്രവർത്തനങ്ങൾ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായി, സമൂഹത്തിലുള്ള സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായി എൻ്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടും. ഈശോ സ്നേഹത്തെക്കുറിച്ച് നാം പഠിപ്പിച്ചത് നാം മനസ്സിലാക്കുകയായിരുന്നു. സ്നേഹിക്കുക എന്ന് വെച്ചാലേ അത് ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതാണ്. എൻ്റെ ഹൃദയത്തിൽ എന്താ എന്ന് ഞാനൊന്ന് ചിന്തിച്ച് നോക്കുക. ഈശോ മത്തായിയുടെ സുവിശേഷം 6-ാം 21-ാം തിരുവചനത്തിലെ ഈശോ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവുമെന്ന്. നിങ്ങളുടെ നിക്ഷേപം എവിടെയാ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവുമെന്ന്. എൻ്റെ ഹൃദയത്തിൽ എന്താണ്? ഈശോയുടെ സ്നേഹമാണോ അത് വേറെ എന്തെങ്കിലും നിക്ഷേപമാണോ? ചിന്തിച്ച് നോക്കുക. സ്നേഹിക്കപ്പെടുന്നവരെ എൻ്റെ ഹൃദയത്തിലുണ്ടോ? ആവശ്യമില്ലാതെ ആരെങ്കിലും എൻ്റെ ഹൃദയത്തിൽ കയറ്റി വെച്ചിട്ടുണ്ടോ? വിശ്വസ്തതയുണ്ടോ? സ്നേഹത്തിൻ്റെ ഉരക്കല്ലി വിശ്വസ്തതയാണ്. അതുപോലെ തന്നെ സ്നേഹിക്കുക എന്ന് വെച്ചാലേ അതൊരു മറക്കലാണ്. നാം കണ്ടു, ഈശോ പഠിപ്പിച്ചു, ഈശോയെ സ്നേഹിക്കാം അങ്ങനെ പറയാൻ പോലും ഈശോ പറഞ്ഞില്ല. ഈശോ സ്വയം മറന്ന് നമ്മെ സ്നേഹിക്കുകയാണ്. അത് ഓർക്കലാണ്. നമ്മെ ഓരോരുത്തരെയും ഈശോ ഓർക്കുകയാണ്. അത് സ്നേഹം ഒരു പുറപ്പാടാണ്. എൻ്റെ സ്വാർത്ഥതകളിൽ നിന്ന്, എൻ്റെ സുഖങ്ങളിൽ നിന്ന് നിൻ്റെ ജീവിതങ്ങളിലേക്കുള്ള പുറപ്പാട്. ആ സമർപ്പണത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകട്ടെ. സ്നേഹത്തിൻ്റെ കുടുംബങ്ങളായി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമൂഹങ്ങളെ ഈ സ്നേഹത്തിൽ വളർത്തിയെടുക്കട്ടെ. ഒരു ആശ്രമത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് മതിലിൻ്റെ ശക്തിയല്ല, അംഗങ്ങളുടെ സ്നേഹത്തിൻ്റെ ശക്തിയാണെന്ന് മിസ്റ്റർ ചാവറ പിതാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹത്തിൽ വളരാനിടവരട്ടെ. കുടുംബങ്ങളും സമൂഹങ്ങളും ഇടവകകളും സമൂഹവും സഭയും എല്ലാം ഈ സ്നേഹത്തിൽ വളരട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.